ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു ചൂട് സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിട്ടിലും ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. ഡ്രിങ്കായിട്ടോ ഡെസേർട്ടായിട്ടോ ഒക്കെ പാർട്ടികൾ ഇതിനെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനൊരു ഗ്ലാസ് മാത്രം മതിയാകും വയറ് ഫില്ലാവാനായിട്ട്. ഇതിലേക്ക് കോൺഫ്ലവറോ കസ്റ്റേർഡ് പൗഡറോ ഒന്നും ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്കസ് ഒന്ന് കുതിർത്തിയെടുക്കുക. അതിനായിട്ട് ഒരു കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസും കൂടെ തന്നെ ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്കിതിന് പകരമായിട്ട് ചിയാ സീഡോ അല്ലാന്നുണ്ടെങ്കിൽ സബ്ജ സീഡോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 4 ഞാലിപ്പൂവൻ പഴെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം വരെ എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് ഇതുപോലത്തെ പൂവമ്പഴം വെച്ചിട്ട് ചെയ്യണ തന്നെയാണ്. പിന്നെ മൈസൂർ പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പുണ്ടാകും. അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉള്ളത് പൂവമ്പഴം വെച്ചിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ എന്തായാലും ഇതന്നെ വെച്ചിട്ട് ചെയ്യുക. തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി നേരത്തെ കട്ട് ചെയ്ത് വെക്കണ്ട. ഇത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള അളവാണ് ഉള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പോലെ കട്ടിയാക്കി എടുത്തിട്ടുള്ള പാൽ വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല പോലെ തിക്കായിട്ടുണ്ടാകും. നല്ല രീതിയിലൊന്ന് അടിച്ചിട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നുമില്ലാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മൊത്തത്തിൽ 2 കപ്പ് പാൽ അഥവാ 1 പാക്കറ്റ് പാൽ മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ നേരത്തെ തന്നെ ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് അടിച്ചെടുക്കുന്നത്. ഈ ഒരു തിക്നെസ്സാണ് ഇത് വേണ്ടത്. ഒത്തിരി ലൂസായിട്ട് പോകരുത്. ഈ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചെടുക്കാനെടുത്തിട്ടുള്ള ആ ഒരു സെയിം പഴം 2 എണ്ണം ഞാനിതാ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കപ്പിന് അര കപ്പോളം ഉണ്ടാകും. അതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർക്കാം. കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിലും കട്ട് ചെയ്യാട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും. അതും ഈ ഒരു കപ്പിന് അര കപ്പോളാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉറുമാമ്പഴം മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നല്ല കളറുള്ള നല്ല മധുരമുള്ള ഉറുമാമ്പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതും ഈ ഒരു കപ്പിന് ഏകദേശം ഒരു അര കപ്പോളം എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര കപ്പ് മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പച്ച മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് മുന്തിരിയാണോ ഉള്ളത് അതെടുക്കുക. കുരുയില്ലാത്ത മുന്തിരി വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഈ ഒരു മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മധുരമുള്ള മുന്തിരി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നാലേ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും ഈ ഒരു കപ്പിന് അര കപ്പോളം ഉണ്ടാകും. ഇതുപോലെ തൊലി കളയാതെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ടും ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ആപ്പിൾ എടുക്കുമ്പോൾ ഒത്തിരി നേരത്തെ കട്ട് ചെയ്ത് വെക്കണ്ട. അപ്പോൾ കളർ മാറിയിട്ട് വരും. ഇതിലേക്ക് ചേർക്കാൻ നേരത്തെ മാത്രം കട്ടാക്കി എടുക്കുക. കൂടെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് നിലക്കടലുണ്ടല്ലോ പീനട്ട്, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അതും കൂടെ ചേർക്കുക. ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് നന്നാരി സർബത്ത് ചേർത്ത് കൊടുക്കാം. നന്നാരി സിറപ്പ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് അര കപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കറക്റ്റായിട്ടാണ് ഉള്ളത്. ഇത് കടയിൽ നിന്ന് വാങ്ങിയതോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുത്തതോ ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഇത് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര ടിന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു 200 ഗ്രാമിൻ്റെ ടിന്നിന്ന് അര ടിന്നാണ് ചേർക്കുന്നത്. ഇതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതിയാകും. ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. കൂടി പോകുന്നില്ല. ഈ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ കൂട്ടിയെടുത്താലും മതിയാകും. നേരത്തെ കുതിരാൻ എടുത്തിട്ടുള്ള ആ ഒരു കസ്കസ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ അത് നല്ല പോലെ കുതിർന്നിട്ടുണ്ടാകും. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നട്ട്സ് കട്ട് ചെയ്തതോ ഒക്കെ ചേർക്കാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് കടല ചേർത്തുകൊണ്ട് തന്നെ അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് ഇത് കുടിക്കാനായിട്ട്. ഡെസേർട്ടായിട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീം ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് എടുക്കുന്ന പഴത്തിനനുസരിച്ചാകും ഇതിൻ്റെ തിക്നെസ് ഉണ്ടാകുക. അപ്പോൾ നല്ല കുറച്ച് വലിയ പഴം നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സർബത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല കിട്ടിലും ടേസ്റ്റാണ്.
ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അത്രയും അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്